ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറിയാണ്. തുടങ്ങാം. എൻ്റെ പേര് ലക്ഷ്മി ദേവ്. ലച്ചു എന്ന് വിളിക്കും. വയസ്സ് 23. ഒരു പാവം നാട്ടുംപുറത്തുകാരി പെണ്ണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനനം. എൻ്റെ കുടുംബത്തിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ എൻ്റെ താഴെ 2 അനിയത്തിമാരും. കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ടും മൂത്ത പെൺകുട്ടി ആയതിനാലും 20-ാം വയസ്സിൽ എന്നെ എൻ്റെ വീട്ടുകാർ കെട്ടിച്ചു വിട്ടു. മാനസികമായി ഒരു കല്യാണത്തിന് ഒരിക്കലും ഞാൻ തയ്യാറായിരുന്നില്ല. എന്നാലും ചെറുപ്പം മുതലേ വീട്ടുകാർ പറയുന്നത് കേട്ട് വളർന്നതുകൊണ്ട് ആലോചന വന്നപ്പോൾ ഞാൻ എതിർത്തൊരഭിപ്രായവും പറഞ്ഞതുമില്ല. പിന്നെ എനിക്ക് താഴെ 2 അനിയത്തിമാർ വളർന്നു വരുവല്ലേ, അവരുടെ ഭാവി കൂടി നോക്കണമല്ലോ. അങ്ങനെ 20-ാം വയസ്സിൽ ഞാനൊരു ഭാര്യയായി, 21-ാം വയസ്സിൽ അമ്മയും. ഇനി ഞാൻ എന്നെയും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനെ പറ്റിയും പറയാം. ഒരു തനി നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി ആയിരുന്നെങ്കിലും ചെറുപ്പം മുതലേ സൗന്ദര്യം നോക്കുന്നതിൽ ഞാനൊരു കുറവും വരുത്തിയിരുന്നില്ല. മാത്രമല്ല, എൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ അല്പം അഹങ്കാരി കൂടിയായിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് പ്രണയാഭ്യർത്ഥനകൾ വന്നു തുടങ്ങിയതാണ്. മനസ്സുകൊണ്ട് എനിക്ക് തിരിച്ചും പലരോടും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിലും കുടുംബത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ശിക്ഷണം കൊണ്ട് പ്രേമിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. നല്ല വെളുത്ത നിറമാണ് എനിക്ക്, അത്രയ്ക്കധികമല്ലാത്ത മെലിഞ്ഞ ശരീരം. പക്ഷേ 17-ാം വയസ്സ് മുതൽ എൻ്റെ ശരീരത്തിൽ പ്രായത്തിൽ കൂടുതൽ വളർച്ച വന്നു തുടങ്ങി. കല്യാണപ്രായമായപ്പോഴേക്കും എനിക്ക് വലിയ സൈസായിരുന്നു. എന്നെ കണ്ട ഏതൊരാണിൻ്റെയും പിടിവിട്ടു പോകുന്നൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു കോളേജിലെ സ്വപ്നറാണി. എൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി നിരവധി ആൺകുട്ടികൾ എന്നോട് കൂട്ടുകൂടാൻ വരുമായിരുന്നു. കോളേജ് ചെക്കന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാനാണ് രാത്രികാലങ്ങളിൽ നായിക. എന്നെ ഓർത്ത് സ്വപ്നം കണ്ട് കിടക്കാത്ത ഒരു ആൺകുട്ടിയും കോളേജിലില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഡിഗ്രി പഠിച്ച സമയത്താണ് എനിക്ക് വിവാഹാലോചന വരുന്നത്. വീട്ടുകാർ ഫോട്ടോ കാണിച്ചു. ഇരുനിറമായ ഒരു ചേട്ടൻ, പേര് ദേവ്, വയസ്സ് 25, ഒരു നായർ കുടുംബം, വീട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി. ഇവിടെ അടുത്തൊരു വില്ലേജ് ഓഫീസിൽ LD ക്ലർക്കായി ജോലി നോക്കുന്നു. കാണാൻ വലിയ തരക്കേടില്ലായിരുന്നു. എങ്കിലും സൗന്ദര്യത്തിൽ ഇച്ചിരി അഹങ്കാരമുണ്ടായിരുന്ന ഞാൻ ഇതിലും നല്ലൊരു ബന്ധം എനിക്ക് വരുമല്ലോ എന്നോർത്തു. പക്ഷേ നല്ലൊരു ജോബ് എന്തായാലുമുണ്ട്. മാത്രമല്ല വീട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമായി. അത്യാവശ്യം പ്രമാണി കുടുംബം. ഞാനും സമ്മതം മൂളി. ഒരാഴ്ചയ്ക്ക് ശേഷം പെണ്ണ് കാണാൻ വന്നു. ഞങ്ങളുടെ 2 പേരുടെയും ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നു. ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ 2 ബന്ധുക്കളും. ഞങ്ങൾ മിണ്ടി, കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഡിഗ്രി കഴിഞ്ഞ് തൊട്ടടുത്ത മാസം തന്നെ കല്യാണവും കഴിഞ്ഞു. മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സങ്കടങ്ങളും എനിക്കുണ്ടായിരുന്നു. എന്നാലും പെൺകുട്ടികൾക്ക് ഇത് ലൈഫിൽ ഫേസ് ചെയ്യേണ്ട ഒരു കടമ്പയല്ലേ. അങ്ങനെ ഞാൻ മറ്റൊരു വീടിൻ്റെ മരുമകൾ എന്ന സ്ഥാനത്തെത്തി. എൻ്റെ ഭർതൃഗൃഹം അത്യാവശ്യം വലിപ്പമുള്ള ഒരു മനയായിരുന്നു. പുറമേ പഴഞ്ചനായി തോന്നുമെങ്കിലും അകത്തെ ചില മുറികൾ പുത്തൻ സൗകര്യങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നാലും പഴമ വറ്റാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് മുറിയെല്ലാം. 20 വയസ്സിൻ്റെ പക്വതക്കുറവ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ദേവേട്ടന് എൻ്റെ അത്ര പോലും ഇല്ല എന്നെനിക്ക് കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ മനസ്സിലായി. ഭർത്തൃവീട്ടിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അമ്മായിയച്ഛനാണ്. അച്ഛൻ്റെ പേര് ശ്രീധരൻ നായർ. നാട്ടിലെ പ്രമാണി, ഒരാചാനബാഹു, 67 വയസ്സ്. എന്ത് കാര്യത്തിനും അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. മാത്രമല്ല നാട്ടിൽ എല്ലാവർക്കും അദ്ദേഹത്തെ നല്ല ഭയവും ബഹുമാനവുമായിരുന്നു. കുടുംബത്തിലെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കും അമ്മായിയച്ഛനെ നല്ല പേടിയായിരുന്നു. അമ്മായിയച്ഛൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എന്നോടിതുവരെയും മോശമായ ഒരു പ്രവൃത്തിയും അമ്മായിയച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അമ്മായിയമ്മയ്ക്കും അച്ഛൻ എന്നാൽ ജീവനായിരുന്നു.
പിന്നെ ദേവേട്ടനും എന്നെ ജീവനാട്ടോ. രാത്രി കാലങ്ങളിൽ മറ്റേ കാര്യത്തിൽ ദേവേട്ടൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ പുള്ളിയുടെ കാര്യം മാത്രമേ പുള്ളി നോക്കാറുള്ളൂ. എനിക്ക് സംതൃപ്തിയാവുന്നതിന് മുന്നേ നിർത്തിക്കളയും. എന്നാലും എന്നും അല്പമെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പരിഭവമൊന്നും കാട്ടാറില്ല. മാനസികമായും ശാരീരികമായും നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നു. ഭർത്തൃവീട്ടിൽ പോലും സ്വന്തം മകളെ പോലെ തന്നെ എന്നെ എല്ലാവരും നോക്കുന്നു. ഇതിൽ പരം എന്ത് ഭാഗ്യം വേണം. 21-ാം വയസ്സിൽ ഞാനൊരമ്മയായി. മകൻ അക്ഷയ് ദേവ് ഇപ്പോൾ 2 വയസ്സ്. അയ്യോ സോറി, അമ്മായിയമ്മയുടെ പേര് പറയാൻ വിട്ടുപോയി. സുജാത 55 വയസ്സുണ്ട്. ഭർത്താവിൻ്റെ അനിയത്തി, അതായത് എൻ്റെ നാത്തൂൻ ദേവിക 21 വയസ്സ്. വളരെ സന്തോഷപൂർവ്വം എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. ഭർത്താവിൻ്റെ അനിയത്തി ദേവികയ്ക്ക് കല്യാണപ്രായമായി. നല്ല നല്ല ആലോചനകളും വന്നു തുടങ്ങി. ഒടുവിൽ നല്ലൊരു ബന്ധം ലഭിച്ചു. ഗൾഫിൽ ജോലി ചെയ്യുന്ന ചെറുക്കനാണ്. തരക്കേടില്ലാത്ത കുടുംബം. പെണ്ണാണെങ്കിൽ ഡിഗ്രിയും തോറ്റ് പുരനിറഞ്ഞു നിൽക്കുന്നു. 1 മാസം മുന്നേ കോളേജിൽ ഏതോ ചെക്കനുമായി ബീച്ചിലോ മറ്റോ കറങ്ങാൻ പോയി. ചേട്ടൻ്റെ കൂട്ടുകാരൻ അത് കണ്ടു. രണ്ടിനെയും കയ്യോടെ പിടിച്ചു. അതിനാൽ അധികം വൈകാതെ തന്നെ പെണ്ണിനെ കെട്ടിച്ചു വിടാമെന്ന അവസ്ഥയായി. പെണ്ണ് കാണലും നിശ്ചയവുമെല്ലാം ഷടപടേ എന്നായിരുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ ദിനങ്ങളായി. നാളെയാണ് താലികെട്ട്. കുടുംബത്തിലെ ഏക മരുമകളല്ലേ. കുടുംബത്തിലൊരു കല്യാണം വരുമ്പോൾ അറിയാമല്ലോ തിരക്ക്, പിടിപ്പത് പണി. ദേവേട്ടൻ ബന്ധുക്കളെ സൽക്കരിക്കുന്ന തിരക്കിൽ. അമ്മായിയമ്മ അടുക്കളയിൽ. എൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും അനിയത്തിമാരും വന്നിട്ടുണ്ട്. അവളുമാരുള്ളത് കൊണ്ട് കൊച്ചിനെ നോക്കുന്നതിൽ നിന്നും ആശ്വാസം ലഭിച്ചു. ഞാനാണെങ്കിൽ ആകെ ക്ഷീണിച്ചു. 2 ദിവസമായുള്ള പണിയാണ്. എന്തു ചെയ്യാനാ. വേഗം ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നായി ചിന്ത. മൈലാഞ്ചിയിടലും പാട്ടും കളികളും ബെഡായി പറച്ചിലും മറ്റുമായി എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമ്പോൾ ഞാനിവിടെ ഓരോരോ പണിയുമായി കഷ്ടപ്പെടുന്നു. അങ്ങനെ തലേ ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാത്രിയായി. അപ്പോഴാണ് വലിയൊരു പ്രശ്നം. എല്ലാവരും എവിടെ കിടക്കും? നല്ലൊരു കൂട്ടം ആൾക്കാർ വീട്ടിലുണ്ട്. ഒടുവിൽ അമ്മായിയച്ഛൻ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കി. ആണുങ്ങളെല്ലാം പുറത്ത് പന്തലിൽ, പെണ്ണുങ്ങളെല്ലാം വീട്ടിനുള്ളിൽ, പാചകക്കാർ അടുക്കളയുടെ ഭാഗത്ത്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ സ്ഥാനങ്ങൾ നൽകി. എന്നോട് കുട്ടി ഉള്ളയല്ലേ, അകത്ത് കിടന്നോളാൻ പറഞ്ഞു. പക്ഷേ അമ്മായിയമ്മയോട് കിടന്നോളാൻ പറഞ്ഞത് വീടിനോട് ചേർന്നുള്ള ചായ്പിൽ. എനിക്കത് കേട്ടിട്ട് ഒത്തിരി അത്ഭുതം തോന്നി. കല്യാണത്തലേന്ന് മകളുടെ കൂടെ അമ്മയല്ലേ ഉണ്ടാവേണ്ടത്. ആ അമ്മ ഒറ്റയ്ക്ക് ചായ്പിലോ? കല്യാണത്തിന് വേണ്ട സാധനങ്ങളും മറ്റുമായി. ഒരാൾക്ക് കഷ്ടി കിടക്കുവാനുള്ള സ്ഥലമേ അവിടെയുള്ളൂ. അവിടെ എന്തിന്? എനിക്കത് വളരെയധികം മോശമായി തോന്നി. ഞാൻ ദേവേട്ടനോട് കാര്യം പറഞ്ഞു. അമ്മയെ ദേവികയുടെ റൂമിലേക്ക് വിട്ടിട്ട് ഞാൻ അവിടെ കിടന്നോളാമെന്ന് പറഞ്ഞു. ദേവേട്ടനും പാതി മനസ്സോടെ അത് സമ്മതിച്ചു. ആ മുഖത്ത് ഒരു സങ്കടം നിഴലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നും കിട്ടുന്ന ആ പരിപാടി ഇന്ന് കിട്ടില്ല എന്നതിൻ്റെ നിരാശയായിരുന്നു അത്. ഞാൻ പതുക്കെ ചെവിയിൽ പറഞ്ഞു, എൻ്റെ ദേവൂട്ടാ, ഒരു ദിവസം ക്ഷമിക്കുന്നേ. ജീവിതകാലം മുഴുവൻ എൻ്റെ ഈ ശരീരം മുഴുവൻ എൻ്റെ ദേവേട്ടനുള്ളയല്ലേ. ഒരു ദിവസം ക്ഷമിക്ക്, ചക്കരയില്ലേ. ദേവേട്ടൻ ചെറുതായി ഒന്ന് മൂളി നിരാശനായി പുറത്തേക്ക് പോയി. എനിക്കും ചെറിയ സങ്കടമായി. എന്നും മുടങ്ങാതെ ഉണ്ടായിരുന്നതാ. പാവം. ഞാൻ ആ നിരാശയോടെ കുളിക്കാൻ പോയി. ചെറുതായി ഒന്ന് മേല് കഴുകി ഒരു നൈറ്റിയും ഇട്ടു. എല്ലാവരും കിടക്കുവാൻ തുടങ്ങിയിരുന്നു. സമയം ഏകദേശം രാത്രി 11:30 ഞാൻ വിരിക്കാൻ വേണ്ടി പഴയൊരു തുണിയും എടുത്ത് ചായ്പിൽ വന്ന് കിടന്നു. കൊച്ച് അനിയത്തിമാരുടെ കൂടെ കിടന്നതുകൊണ്ട് പകുതി ആശ്വാസമായി. ചായ്പിൽ ഒട്ടും വെളിച്ചമില്ല. അടുക്കളയിൽ ലൈറ്റിട്ടാൽ ചെറിയ വെട്ടമുള്ളിൽ വരും. മഴക്കാലം ആയതുകൊണ്ട് ചൂടിന് ചെറിയ ആശ്വാസമുണ്ട്. വന്ന വഴി കിടന്നു. ലൈറ്റെല്ലാം അണച്ചു. ക്ഷീണം കാരണം കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. മയങ്ങി ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് എൻ്റെ കാലിൻ്റെ താഴെ കൂടി അരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. എൻ്റെ കാലിൽ തുരു ഉമ്മ വയ്ക്കുകയാണ്.
ദേവേട്ടൻ അറിയാം ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്ന്. ഷോ, അടുക്കള ഭാഗത്ത് ആൾക്കാരുണ്ട്. ഈ ദേവേട്ടൻ ഇതെന്തു ഭാവിച്ചാ? ഇന്നൊരു രാത്രി പോലും ക്ഷമിക്കാൻ വയ്യേ. എൻ്റെ ദൈവമേ, മതി. എന്തേലും ചെയ്തിട്ട് പോട്ടെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ അനങ്ങാതെ കിടന്നു. കാലിൽ നിന്ന് പതുക്കെ പതുക്കെ തല കയറി വന്നു. എൻ്റെ നെറ്റിയിലൊരു ഉമ്മ തന്നു. എന്നിട്ട് പതിയെ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ആരേലും വന്നാൽ, ആരേലും കണ്ടാൽ ഒന്ന് വേഗം ചെയ്തു പോ ദേവേട്ടാ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ മിണ്ടാതെ തന്നെ കിടന്നു. ദേവേട്ടൻ എൻ്റെ ദേഹത്ത് കയറിക്കിടന്നു. എന്നിട്ട് പരാക്രമങ്ങൾ തുടങ്ങി. എനിക്കെന്തോ പോലെ തോന്നി. ദേവേട്ടൻ സാധാരണ ഇങ്ങനെയല്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ? മാത്രമല്ല പതിവിൽ കൂടുതൽ ശരീരഭാരവും. എന്തേലും ചോദിക്കാൻ പറ്റുമോ? ഒച്ചയെടുത്താൽ ആളുകൾ കേൾക്കും. പതിയെ ചോദിക്കാമെന്നോർത്ത് ഞാൻ മെല്ലെ ആ മുഖത്തേക്ക് ഒന്ന് കൈകൊണ്ട് പിടിച്ചു നോക്കി. മിന്നൽ പിണർപ്പോടെ ഞാൻ മനസ്സിലാക്കി അതെൻ്റെ ദേവേട്ടനല്ല. പെട്ടെന്ന് എൻ്റെ ശരീരം ആകെ തളർന്നു. എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാതെ ഭയം തോന്നി തുടങ്ങി. എന്നാലോ ആരായിരിക്കും ഇത്? മനസ്സിൽ ഇങ്ങനെ ഓരോരോ ചിന്തകൾ മാറി. എന്തായാലും നല്ല രസമുണ്ട്. ഭർത്താവല്ലാതെ മറ്റൊരാൾ എന്നത് ഓർത്തപ്പോൾ ഒരേ സമയം ആകാംക്ഷയും ഉള്ളിൽ ഭയവുമായി. എന്തായാലും ഇപ്പോൾ എൻ്റെ കൂടെ കിടക്കുന്ന ആൾ നിസ്സാരനല്ല, അതെനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ചെറിയ ചില കലാപരിപാടികൾ കഴിഞ്ഞ് എൻ്റെ ദേഹത്ത് നിന്നും എണീറ്റു. സമാധാനം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഏതവനായാലും ഒന്ന് പോട്ടെ. ഷെടാ, എന്നാലും ആരാവും? അത്രയും നേരം പൂർണ്ണ നിശബ്ദമായിരുന്ന ആ മുറിയിൽ പെട്ടെന്നൊരു ശബ്ദമുയർന്നു. ഇതെന്താടി സുജാതെ, നീ ഒരു ദിവസം കൊണ്ട് ഇത്രയും കൊഴുത്തു തടിച്ചോ? ആ ശബ്ദം കേട്ടതും എൻ്റെ നെഞ്ചിൽ 1000 ഇടിമിന്നൽ ഒരുമിച്ച് വെട്ടി. ഇത്രയും നേരം ഞാൻ അറിയാൻ ആഗ്രഹിച്ച ആ വ്യക്തി അതെൻ്റെ അമ്മായിയച്ഛനാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ, എൻ്റെ പിതൃതുല്യൻ. ദൈവമേ, ഇതെന്താ എൻ്റെ ലൈഫിൽ നടക്കുന്നത്? ഞാനിതെല്ലാം ആലോചിച്ചു കിടക്കുന്ന സമയം പുള്ളി തൻ്റെ ജോലി ചെയ്യുകയാണ്. പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ നിന്നും ഒരുവിധം ഞാൻ സ്വബോധത്തിൽ തിരിച്ചെത്തി. ഞാൻ ആലോചിച്ചു, ഇതുവരെയും എന്നെ ഒരു നോട്ടം കൊണ്ടുപോലും വേറെ രീതിയിൽ എന്നോട് പെരുമാറാത്ത, ഞാൻ ഏറ്റവും ബഹുമാനം നൽകുന്ന എൻ്റെ അമ്മായിയച്ഛൻ എന്നെ ഇത്രയും ആഗ്രഹിച്ചിരുന്നു. എങ്കിലും ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ പിടികിട്ടി? അപ്പോഴാണ് അമ്മായിയച്ഛൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. എടീ സുജാതെ, കാര്യത്തിൻ്റെ പോക്ക് എനിക്ക് മനസ്സിലായി. അമ്മായിയമ്മയാണെന്ന് കരുതിയാണ് അപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് ഈ പേക്കൂത്തുകളെല്ലാം കാട്ടുന്നത്. കൊള്ളാലോ, സ്വന്തം മോളുടെ കല്യാണമായിട്ട് ഈ ഒരു ദിവസം പോലും അച്ഛൻ അടങ്ങിയിരിക്കാൻ വയ്യേ. അമ്മയെ ഇവിടുന്ന് മാറ്റിയ കാര്യം എനിക്കും ദേവേട്ടനും മാത്രമേ അറിയൂ. അമ്മായിയച്ഛനോട് പറഞ്ഞില്ല. വെറുതെ അല്ല അമ്മയെ ഇന്ന് ചായ്പിൽ ഒറ്റയ്ക്ക് കിടത്താൻ ഓർഡർ ഇട്ടത്. എന്തായാലും കൊള്ളാം. ഞാനിതൊക്കെ ചിന്തിച്ച് കിടക്കുമ്പോഴും എന്നിട്ടൊരു തമാശ ചോദ്യവും. ഇതെന്താടീ സുജാതെ ഇങ്ങനെ? ഇതെന്താ ആകെ ഒരു മാറ്റം? പാവം അമ്മായിയച്ഛൻ അറിയുന്നുണ്ടോ? 23 മാത്രം പ്രായമായ ഒരു കിളിന്ത് പെണ്ണിൻ്റെ അടുത്താണിത് പറയണേന്ന്. എന്തായാലും ഒരു കാര്യം പിടികിട്ടി. അമ്മായിയും അച്ഛനും എല്ലാ ദിവസവും ആഘോഷിക്കുന്നുണ്ട്. എന്തേലും ഒന്ന് പറയണമെന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അമ്മായിയച്ഛൻ ഇറങ്ങി ഓടും. ആകെ നാറ്റക്കേസാവും. തൽക്കാലം മിണ്ടാതെ കിടക്കാം. കാര്യം കഴിഞ്ഞ് വേഗം പോട്ടെ. ഞാനും കുറച്ചൊക്കെ അച്ഛൻ്റെ രീതികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെ അമ്മായിയച്ഛൻ തുടർന്നു. ഞാനൊരു പാവയെപ്പോലെ കിടന്നും കൊടുത്തു. അച്ഛൻ ഓരോ പരാക്രമങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അമ്മായിയച്ഛൻ തല ഉയർത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എടീ സുജക്കൊച്ചേ, നമ്മൾ പണ്ട് മലഞ്ചെരുവിലെ കാട്ടുപ്രദേശത്ത് കൂടിയത് ഓർമ്മ ഉണ്ടോടി? പുലി വരുമെന്ന് പറഞ്ഞ് നിനക്ക് പേടിയല്ലായിരുന്നോടി? നീ അന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേ? അച്ഛനും അമ്മയും ആൾ കൊള്ളാലോ. ഔട്ട്ഡോറിലൊക്കെ പരിപാടി നടത്താനുള്ള ധൈര്യമൊക്കെ അമ്മയ്ക്കുണ്ടായോ? അച്ഛൻ്റെ ഓരോ പറച്ചിൽ കേട്ട് എനിക്ക് ചിരി വന്നു. പാവം അമ്മായിയച്ഛൻ. ഇപ്പോഴും പുള്ളിക്ക് മനസ്സിലായില്ല ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം ഭാര്യയല്ലാന്ന്. കിളി പോലത്തെ ഒരു പെണ്ണാണ് ഈ മുന്നിൽ കിടക്കുന്നതെന്ന് മൂപ്പിലാൻ അറിയുന്നില്ലല്ലോ. അറിഞ്ഞായിരുന്നേൽ എന്നെ ഇപ്പോൾ വെറുതെ വിടുവോ?
ഞാനാണെങ്കിൽ അങ്ങ് പരകോടിയിൽ എത്തി നിൽക്കുന്നു. ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭൂതി. ചെയ്യുന്നതൊരു കണക്കിന് വലിയ തെറ്റാണ്. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നു, അതും അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിൻ്റെ കൂടെ. പക്ഷേ പിതാവ് അറിയുന്നില്ലല്ലോ ഇതൊന്നും. ആഗ്രഹങ്ങൾ ഉയർന്ന പെണ്ണിന് അതെങ്ങനെ അടക്കാൻ കഴിയും? ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, അച്ഛാ പതുക്കെ, ഞാൻ ലച്ചുവാ. അമ്മായിയച്ഛൻ ഞെട്ടിപ്പോയി. ഒരു 10 സെക്കൻഡ് പൂർണ്ണ നിശബ്ദതയിലിരുന്നു. ആ ഒരു ഞെട്ടലിൽ അമ്മായിയച്ഛൻ വിറയ്ക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, അയ്യോ മോളെ, നീ എന്താ ഇവിടെ? ഞാൻ സുജാതയോടാണല്ലോ ഇവിടെ കിടക്കാൻ പറഞ്ഞേ. അതച്ഛാ, അമ്മയ്ക്ക് പ്രായമായതല്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയോട് ദേവികയുടെ കൂടെ കിടന്നോളാൻ പറഞ്ഞു. ഷോ മോളെ, എന്നാൽ നീ എന്താ ഇത് ആദ്യം പറയാഞ്ഞത്? അതച്ഛാ, ഞാൻ ആദ്യം കരുതിയത് ദേവേട്ടനാവുമെന്നാ. പക്ഷേ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ തുറന്നു പറയാൻ തുടങ്ങിയതാ. പക്ഷേ ധൈര്യമുണ്ടായില്ല. എങ്ങാനും ഒച്ച കേട്ട് ആരെങ്കിലും ഓടി വന്നാൽ ആകെ നാണക്കേടല്ലേ. അതാ മിണ്ടാതെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. മോൾ എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? അച്ഛനല്ലേ തെറ്റ് ചെയ്തേ. ലച്ചുമോൾ എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിതിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഈ രാത്രി നമുക്ക് 2 പേർക്കും മറക്കാം. അമ്മായിയച്ഛൻ്റെ പെട്ടെന്നുള്ള മറുപടി എന്നെ ഒത്തിരി സങ്കടത്തിലാക്കി. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നേരം ഇതുവരെ അനുഭവിക്കാത്ത അനുഭൂതിയിൽ ആറാടി ഇരിക്കുകയായിരുന്നു. മുൻപൊരിക്കലും കിട്ടാത്ത സന്തോഷം. പക്ഷേ ആ പോട്ടെ, നാണക്കേടുണ്ടാവണ്ടല്ലോ. അമ്മായിയച്ഛൻ പറഞ്ഞ പോലെ എല്ലാം മറക്കാം, അതാണ് നല്ലത്. അമ്മായിയച്ഛൻ ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അടുക്കളയിൽ ആരോ ലൈറ്റ് ഓണാക്കിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയ അമ്മായിയച്ഛനെ മുറുകെ പിടിച്ച് എൻ്റെ ദേഹത്തേക്ക് ചേർത്തു. അയ്യോ അച്ഛാ, ആരോ. പേടിക്കണ്ട മോളെ, മിണ്ടല്ലേ. അമ്മായിയച്ഛൻ കൈകൊണ്ട് എൻ്റെ വാ പൊത്തി എൻ്റെ കൂടെ തന്നെ കിടന്നു. ഞാൻ അച്ഛൻ്റെ കൈ മാറ്റി. ആരോ മുള്ളാൻ എണീറ്റതാണ്. ഞങ്ങൾ മിണ്ടാതെ കിടന്നു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലൈറ്റ് എല്ലാം വീണ്ടും ഓഫായി. വീണ്ടും പഴയപടി പൂർണ്ണ നിശബ്ദത. അമ്മായിയച്ഛൻ എന്നോട് ചോദിച്ചു, ലച്ചുമോളെ, എന്തായാലും ഇത്രയായി, നമുക്കിത് തീർത്തിട്ട് നിർത്തിയാൽ പോരെ? അയ്യോ അച്ഛാ, നമ്മളീ ചെയ്യുന്നത് തെറ്റല്ലേ? ആരേലും അറിഞ്ഞാ? മോളെ, ഇത്രയും നേരമായി നമ്മൾ ചെയ്തത് തെറ്റല്ലേ? ഇനി പൂർണ്ണമായും ചെയ്താലും തെറ്റ് മാറുന്നില്ല. നമുക്കിത് പൂർത്തിയാക്കാം. ഇതുവരെയും ആരും നമ്മളെ ശല്യപ്പെടുത്തിയില്ല, ഇനിയിട്ടുണ്ടാവുകയുമില്ല. ആരും ഒന്നും അറിയില്ല, ഒന്നും. എന്നാലും അച്ഛാ, ഞാൻ അച്ഛൻ്റെ മകൻ്റെ ഭാര്യയല്ലേ? ലച്ചുമോളെ, അവനെ ഓർത്ത് എനിക്ക് അസൂയയാ മോളെ. മോളെ പോലൊരു നല്ല പെൺകുട്ടിയെ കിട്ടിയില്ലേ? ഈ പാവം അച്ഛനോ? മോളുടെ അമ്മായി വയസ്സായില്ലേ, ഇപ്പോൾ ഒന്നിനും കൊള്ളത്തില്ല. പ്ലീസ് മോളെ. അമ്മായിയച്ഛൻ്റെ വാക്കുകളിൽ ഞാൻ മയങ്ങി വീണു. ആഗ്രഹങ്ങളുടെ പരകോടിയിൽ എത്തി നിൽക്കുന്ന എന്നിലെ പെണ്ണിന് വികാരത്തെ കടിച്ചമർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സും ഇത് തുടരാൻ എന്നെ നിർബന്ധിച്ചു. മോളെ, അപ്പോൾ ഈ രാത്രി അച്ഛൻ എൻ്റെ ലച്ചുമോളെ മൊത്തമായി എടുത്തോട്ടെ. ഈ ഒരു രാത്രി മാത്രം ഞാൻ അച്ഛന് നൽകാം. പക്ഷേ മറ്റൊരാൾ ഇതറിയാൻ ഇടവരരുത്. പിന്നെ ആത്മഹത്യമല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. ലച്ചുമോളെ, ഈ അച്ഛൻ എൻ്റെ ജീവിതം കൊടുത്തും എൻ്റെ മോളെ സംരക്ഷിക്കും. ആരും അറിയില്ല. എന്നാൽ ഈ ലച്ചു എൻ്റെ ശരീരവും മനസ്സും ഇന്ന് രാത്രി എൻ്റെ അച്ഛന് തരുക. എടുത്തോളൂ, ഇഷ്ടമുള്ളത് ചെയ്തോളൂ. അമ്മായിയച്ഛൻ്റെ ഉള്ളിൽ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാലൻസ് പോർഷൻ കേൾക്കണമെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. അതിൻ്റെ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ബാലൻസ് ഞാൻ പ്രീമിയം ചാനലിലാവും ഇടുക. അപ്പോൾ നമുക്ക് വേറെ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.